റിയാസ് ഈ സീസണിന്റെ ഹോട്ടൽ ടാസ്കിൽ എത്തിയിരിക്കുന്നത് കുറച്ച് അജണ്ടയുമായിട്ടാണ്. അത് ഹൗസിൽ കയറും മുമ്പ് തന്നെ റിയാസ് പ്രയോഗിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മിയോട് റിയാസ് എന്നോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നും ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ഇന്ന ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണെന്നും ഒക്കെ പറയുന്നത്. അതുപോലെ റിയാസ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് റിയാസിന്റെ ഐഡിയോളജി ഉള്ളവരെ മാത്രമാണ്, അല്ലാത്തവരെ റിയാസ് ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ റിയാസിനോട് ഷാനവാസ് കയറി ഉടക്കുന്നൊക്കെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റാർ ഊരി വെക്കണമെന്ന് റിയാസ് പറയുമ്പോൾ ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നീയാരാ? ഞാൻ പണിയെടുത്ത് കിട്ടിയതാണ് ഈ സ്റ്റാർസ്, അത് കളയാൻ പറയാൻ ഒരു ഗസ്റ്റിനും അവകാശമില്ല. ശരിക്കും പട്ടിപ്പണി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഷാനവാസും അനീഷും ആ വീട്ടിൽ ചെയ്യുന്നത്. ഈ സർവീസ് ബോയ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് അത്ര ഈസിയുള്ള ടാസ്ക് ഒന്നുമല്ല, നന്നായിട്ട് കഷ്ടപ്പെടണം. ഷാനവാസിന്റെ മറുപടി കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഡസ്റ്റ്ബിന്നിൽ ഉണ്ടായിരുന്ന ടിഷ്യൂസ് അവിടെ ആകെപ്പടം നിരത്തുന്നുണ്ട് ആ കാർപ്പറ്റിലല്ലേ റിയാസ്. പോഡ്കാസ്റ്റിലും ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്ന മോട്ടിവേഷൻ പറയുന്ന ആളാണ്. എന്നിട്ട് റിയാസ് ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട് ഷാനവാസിന് സ്റ്റാൻഡേർഡ് ഇല്ലാന്ന്. റിയാസ് എയർപോർട്ടിൽ വെച്ചിട്ട് ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാന്ന്. ആ ഡസ്റ്റ്ബിന്നിലുള്ള വേസ്റ്റ് ഇഷ്യൂസ് അവിടെ എല്ലാം കമത്തിയിട്ട് റിയാസിന് എന്ത് സ്റ്റാൻഡേർഡ് ആണുള്ളത്? ഈ രീതിയിലാണോ റിയാസ് ഒരു റിയൽ ഹോട്ടലിൽ പോയാൽ പെരുമാറുന്നത്? സപ്പോസ് ഇതൊരു റിയൽ ഹോട്ടലാന്നിരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് സർവീസ് ബോയിയുടെ കയ്യിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ ആരോടാണ് പറയുന്നത്? അതിന്റെ മാനേജറിന്റെ അടുത്തായിരിക്കും പറയുക. മാനേജറിന്റെ അണ്ടറിലാണ് അവർ വരുന്നത്. അതുപോലും അറിയാതെയാണോ റിയാസ് ഒരു ടാസ്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്? ശരിക്കും റിയാസിന്റെ എൻട്രി ഒരു അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. ടാസ്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ റിയാസ് ഷാനവാസിനെ കൈ കൊടുക്കുകയോ ഹഗ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ശോഭയും ഷിയാസും ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അവരെല്ലാ ഹൗസ് മേറ്റ്സിനെ ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇത്തവണ ഗസ്റ്റായിട്ട് റിയാസ് സലീമിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ബിഗ് ബോസിന് പറ്റിയ വലിയൊരു അബദ്ധമാണെന്ന് പറയേണ്ടി വരും. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനെ ദയവായി ചാനൽ ഫോളോ ചെയ്യുക.